നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത് ബേസ്ഡ് ആക്കണത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെ കിട്ടും. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ എന്താണ് ജൂൺ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഓവറോൾ എനർജി, ജൂൺ മാസത്തിൻ്റെ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 10 ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റിലാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജിയിലെ ഏസ് ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് 6 ഓഫ് കപ്സ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവിൽ. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, ഇമോഷണലി ഒരു കുറേ നല്ല എനർജിയാണ് ഇത്. അതുമാത്രമല്ല ഫാമിലി സപ്പോർട്ടും കുറേ ലവിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ മാസം റൊമാൻറ്റിക് കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല ഫാമിലി കാര്യങ്ങളും നല്ല സ്റ്റേബിലിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ എന്താ ഈ 10 ഓഫ് കപ്സ് ഇവിടെ ഉള്ളത്? നിങ്ങൾ ഫാമിലിയുടെ കൂടെയും കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഈ മാസം. 10 ഓഫ് കപ്സ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് 10 ഓഫ് കപ്സ് ഒരു ബാലൻസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. ലവേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് എന്താ പറയണത് വെച്ചാൽ, അക്വേരിയസ്, ഈ മാസം നിങ്ങൾക്ക് ലവ് ലൈഫും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആൻഡ് കരിയറും കുറേ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ചോയ്സാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടും ബാലൻസ് ചെയ്യേണ്ടതെന്ന്. എന്നുവെച്ചാൽ ഈ മാസം രണ്ടും ഒരു പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, കരിയറിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനും അത്ര തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരേണ്ടി വരും ഈ മാസം. അപ്പോൾ എന്തോ ഒരു ചോയ്സിൻ്റെ കാര്യമുണ്ട് ഇവിടെ. ലവേഴ്സ് ചോയ്സാണ്, ജെമിനായി എനർജിയാണ് അത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം റീഡിങ്ങിൽ എന്താണ് മെസ്സേജ് പറയണതെന്ന്. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിലെ എനർജി. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഇവിടെ 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ അത് 2 6 ആയി, 6. ഓക്കെ, അപ്പോൾ 6 ഓഫ് വാൻഡ്സ് ഫെയിം, പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. കുറച്ച് മുമ്പേ പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ സക്സസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഇതൊരു പുതിയ പ്രോജക്റ്റ് ആയിരിക്കാം, അത് സക്സസ്ഫുള്ളി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നിങ്ങളുടെ കരിയറിൽ എന്തോ നല്ലതായി പറഞ്ഞ ഒരു സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
അതല്ല ഒരു പ്രോജക്റ്റിന് നിങ്ങൾക്ക് കുറേ അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ കുറേ പോസിറ്റീവ് മെസ്സേജസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് വെച്ചാൽ റിലേഷൻഷിപ്പിലും കുറേ സ്റ്റേബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് പാസ്റ്റിൽ. ആൻഡ് ഈ സിറ്റുവേഷൻ മുമ്പോട്ട് പോകണു, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഒരു പോസിറ്റീവ് വേയിൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മാസം ഒരു ഇംബാലൻസ് ആണ്. ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ചാവണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയും ബാലൻസ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് അത്ര സമയം കിട്ടണില്ല. അത് മാത്രമല്ല 2 of Pentacles ചോയ്സിൻ്റെ എനർജിയുമാണ്. അപ്പോൾ ഏതോ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട്. എന്താണ് ഈ 2 of Pentacles ഇവിടെ? 10 of Pentacles. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ലൈഫും കരിയറും ഇത് രണ്ടും നിങ്ങൾക്ക് ഫാമിലി ലൈഫ് പറഞ്ഞാൽ ലവ് ലൈഫും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങളുടെ പാർട്ട്ണർ, അതും നിങ്ങളുടെ കരിയർ, ബിസിനസ് എല്ലാം കൂടിയും നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മാസം. അത്രയും നിങ്ങൾ ബിസിയാവും. ഇവിടെ ഞാൻ കാണുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു മാരേജിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ ലീഗൽ സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളൊരു ലീഗൽ സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പൈസ വരാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, ഈ ലീഗൽ സിറ്റുവേഷൻ്റെ ത്രൂ ആയിരിക്കാം എന്തോ ഒരു കോർട്ട് ജഡ്ജ്മെൻറ്റോ നിങ്ങളുടെ ഫേവറിൽ വരണ ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഇത്. ആൻഡ് ഇതോടെ നിങ്ങൾക്ക് കുറേ പൈസ വരണ എനർജിയും കാണാണ്ട്. കുറേ ഫാമിലി സ്റ്റെബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ ഏസ് ഓഫ് വോൺസ് ആണ് കാണുന്നത്. ഫ്യൂച്ചറിൽ എന്തോ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ആവാം. ഈ ഏസ് ഓഫ് വോൺസ് എന്താണ്? കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ഒരു എക്വേരിയസ് എനർജിയാണ്. 5 of Pentacles ഉണ്ട്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലോസ് ഉണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്നത് സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. കുറേ പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിൽ വേണം ഡിസിഷൻസ് എടുക്കുക. എന്നുവെച്ചാൽ എവിടെയോ ഇവിടെ ഞാനൊരു ഫിനാൻഷ്യൽ ലോസ് കാണുന്നുണ്ട്. അപ്പോൾ കരിയറുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. പക്ഷേ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ എന്തോ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് തുടക്കത്തിൽ നല്ലതായി മുമ്പോട്ട് പോകണു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റിജക്ഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തോ വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാലഞ്ച് 6 of Cups ആണ്. ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നിങ്ങൾക്ക് ഒരു പാസ്റ്റിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. 6 of Cups. പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. ആൻഡ് 9 of Wands. പേജ് ഓഫ് സോഡ്സും 9 of Wands ഒരു കുറച്ച് 9 of Wands കുറച്ചൊരു ഫിയറിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളെന്തോ ഒരു പാസ്റ്റിൻ്റെ പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യണു. അതല്ല വെച്ചാൽ പാസ്റ്റ് പേഴ്സണെ കുറിച്ച് എന്തോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടണു. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു വിഷമം ഉണ്ടാവണം. പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഈ ഇൻഫർമേഷൻ വരണത് ഒരു നല്ല ഇൻഫർമേഷൻ അല്ല. ഓക്കെ, ഒരു നിങ്ങൾക്ക് കുറച്ചൊരു ഡിസ്റ്റർബിങ് ഇൻഫർമേഷൻ ആണ് ഇത്. നിങ്ങളുടെ ഏറ്റവും വലിയ പറഞ്ഞാൽ നിങ്ങളുടെ ചാലഞ്ച് അതാണ്. പക്ഷേ നിങ്ങളുടെ അഡ്വൈസ് ഡെവലാണ്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സും നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു അൺഹെൽതി ഒബ്സെഷൻ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ പറഞ്ഞാൽ ഈ നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ ആ പേഴ്സൺ ഇവിടെ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല. പേജ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എവിടെയോ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇമ്മച്യൂരിറ്റി ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് സൂക്ഷിക്കാനാണ് പറയണത്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ആക്ച്വലി വേറെ പറഞ്ഞാൽ നിങ്ങളുടെ മാച്ച് ചെയ്യണ പേഴ്സൺ അല്ല. ഓക്കെ, അവരുടെ ലൈഫ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവരുടെ ബിഹേവിയറും നിങ്ങൾക്ക് ചിലപ്പോൾ സൂട്ട് ആവില്ല. അവരുടെ വേറെ ചില അഫെയർസ് ഉണ്ടാവും.
അവർ മൂവ് ഓൺ ചെയ്തിരിക്കണു. അത് മാത്രമല്ല അവരുടെ റിലേഷൻഷിപ്പിനെ കാണുന്നതും നിങ്ങളെ റിലേഷൻഷിപ്പിനെ ഡീൽ ചെയ്യണതും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എവിടെയോ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ ഒബ്സെസീവ് എനർജീന്ന് പുറത്ത് വരിക എന്ന് വെച്ചാൽ നിങ്ങൾക്കതൊരു ലോസ് ആയി തോന്നുന്നു, പക്ഷേ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളെ പ്രൊട്ടക്റ്റാണ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ അടുത്തുനിന്ന്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു കിങ് ഓഫ് കപ്സ് മാതിരി എനർജിയാണ്, ഇമോഷണലി സ്റ്റേബിൾ ആയ പേഴ്സൺ. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ പേഴ്സൺ ആവാം. ആൻഡ് ശരിയായ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി വരും. പക്ഷേ 7 of Swords ഉണ്ട്. ഓരൽസ് ഈ പേഴ്സൺ ഓൾറെഡി വന്നിരിക്കണു നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ നിങ്ങൾ ഈ പേഴ്സണെ ഇഗ്നോർ ചെയ്യണു. അതല്ല വെച്ചാൽ ഈ പേഴ്സണെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെയും ഞാൻ അങ്ങനെ എന്തോ ഒരു റിജക്ഷൻ്റെ എനർജി കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ആദ്യം റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ല പേഴ്സണാണ്, പറഞ്ഞാൽ നല്ല എനർജിയാണ് കൊണ്ടുവരണത്. പക്ഷേ എവിടെയോ നിങ്ങൾ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റ് ഇല്ല. അത് അല്ലാണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു വേറെ ഒരു പേഴ്സൺ പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യണ പേഴ്സൺ ആക്ച്വലി ഇവിടെ നിങ്ങളെ ചീറ്റാണ് ചെയ്യണത്. ഈ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യണു, ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഈ പേഴ്സണെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു സ്റ്റേബിലിറ്റിയുടെ എനർജിയാണ്. Three of Swords ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ് 3 of Swords. ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഇവിടെ ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സും നിങ്ങളെ വാർണിംഗ് ആണ് തരണത് ഇവിടെ. അത് നിങ്ങളുടെ എനർജിയിൽ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ കാര്യം. കുറച്ചൊരു സംശയം ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി. അങ്ങനത്തെ ഒരു സംശയം ഉണ്ട് വെച്ചാൽ ഇതൊരു കൺഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചുകൂടിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാച്ചാൽ അതിനെ കുറച്ച് ഈ പേഴ്സണെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഹാർട്ട് ബ്രേക്കാണ്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഒരു എൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസീസ് എനർജി ഉണ്ട്, സ്കോർപ്പിയോ പൈസീസ് ക്യാൻസർ എനർജി ഉണ്ട്, ലീബ്ര ഉണ്ട്, ആൻഡ് അക്വേരിയസ് ഉണ്ട്. ഓക്കെ, അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് ഇവിടെ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ്. എക്വേരിയസ്, ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.